നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം ഇനിയുള്ള ദിവസങ്ങളിൽ കാലവർഷം അതിശക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ തരുന്നത് പാലിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. ഇന്ന് 6 ജില്ലകളിലാണ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ മഴയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മറിയുന്നുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിശക്തമായിട്ടുള്ള പൊടിക്കാറ്റാണ് അവിടെ ആഞ്ഞു വീശിക്കൊണ്ട് ജനജീവിതത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രാജസ്ഥാന്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ പൊടിക്കാറ്റ് ആഞ്ഞു വീശി. ഉച്ചതിരിഞ്ഞ് ആകാശത്തെ ആകെ വിഴുങ്ങി വൻ മണൽക്കാറ്റാണ് അവിടെ വീശിയടിച്ചത്. കൂറ്റൻ മണൽ ചുരുളുകൾ നഗരത്തെ മൂടിയതോടെ പകൽ സമയം പെട്ടെന്ന് രാത്രിക്ക് സമാനമായി ഇരുണ്ട് വെളുത്തു. അത്രയും പൊടിയുടെ കാഠിന്യം വായുവിലുണ്ടായിരുന്നു. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി നഗരത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന മഞ്ഞ നിറത്തിലുള്ള കൂറ്റൻ മണൽ മതിലിന്റെ ദൃശ്യങ്ങൾ കണ്ട് ഭീതിയോടെയാണ് ജനങ്ങൾ ഇതിനെ നോക്കിക്കണ്ടത്. ലോകാവസാനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ഭീതിജനകമായ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിച്ചു. പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനമാണ് ഈ പൊടിക്കാറ്റിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. ചുരു, ഹനുമാൻഗഡ്, ശ്രീ ഗംഗാനഗർ, ബിക്കാനീർ, നൗഘർ, ദ്വിധാന, കുചാമൻ, അൽവാർ, സിക്കാർ തുടങ്ങിയ ജില്ലകളെയാണ് ഇത് സാരമായി ബാധിച്ചത്. കനത്ത നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഈ കാറ്റ് സംസ്ഥാനത്തെ പല നഗരങ്ങളെയും ഇരുട്ടിലാക്കി. മണൽ മേഘങ്ങൾ കാഴ്ചാശേഷി പൂർണ്ണമായും ഇല്ലാതാക്കി. പകൽ രാത്രിക്ക് സമാനമായ അവസ്ഥ. തലസ്ഥാനമായ ജയ്പൂരിലും ശക്തമായ കാറ്റും തുടർന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും അനുഭവപ്പെട്ടു. പലയിടത്തും സാധാരണ ജീവിതം താറുമാറായെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മണൽക്കാറ്റിനെ തുടർന്ന് പ്രധാന റോഡുകളിലെല്ലാം കാഴ്ചപരിധി പൂർണ്ണമായും തടസ്സപ്പെട്ടു. നഗരമാകെ കട്ടിയുള്ള പൊടിപടലങ്ങളാൽ മൂടപ്പെടുകയും അന്തരീക്ഷത്തിന് ഭയാനകമായ മഞ്ഞ തവിട്ട് നിറം കൈവരിക്കുകയും ചെയ്തു. ഇത് വാഹനഗതാഗതം ദുഷ്കരമാക്കുകയും അപകട ഭീഷണി ഉയർത്തുകയും ചെയ്തതോടെ ജനങ്ങൾ വീടുകളിലും സുരക്ഷിത കേന്ദ്രങ്ങളിലും അഭയം തേടി. കാറ്റിന്റെ വേഗത വർദ്ധിച്ചതോടെ പലയിടങ്ങളിലും ജനങ്ങൾ പരിഭ്രാന്തരായി. ചുരുവിലെ ഒരു താമസക്കാരൻ പൊടിക്കാറ്റിനെ കുറിച്ച് വിവരിച്ചത് ഇങ്ങനെയാണ്: ഇങ്ങനെ ഒരു ശക്തമായ കൊടുങ്കാറ്റ് ഞങ്ങൾ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. ഇത്ര വലിയൊരു പൊടിക്കാറ്റ് നഗരത്തെ വിഴുങ്ങുമെന്ന് ഒരിക്കലും കരുതുന്നില്ല. ഉച്ചതിരിഞ്ഞ് ഏകദേശം 2 മണിയോടെ ആകാശം ഇരുണ്ടുപോയെന്നും രാത്രിയായ പോലെ അനുഭവപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാഹനങ്ങൾ ഹെഡ്ലൈറ്റുകൾ ഓൺ ചെയ്താണ് നീങ്ങിയത്. സാധാരണ ജീവിതം താറുമാറായി, പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ശക്തമായ കാറ്റിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതിയും തടസ്സപ്പെടുകയും ചെയ്തു. വ്യാപാര മേഖലകളെയും മണൽക്കാറ്റ് സാരമായി ബാധിച്ചു. ശക്തമായ കാറ്റിൽ നിന്നും പൊടിയിൽ നിന്നും രക്ഷ നേടാൻ വ്യാപാരികൾ കടകളുടെ ഷട്ടറുകൾ വേഗത്തിൽ താഴ്ത്തുകയും കാൽനട യാത്രക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടി മാറുകയും ചെയ്തു. കാറ്റിന്റെ കടുത്ത ആഘാതത്തിൽ നഗരത്തിലെ സാധാരണ ജനജീവിതം സ്തംഭിച്ചു. ശക്തമായ കാറ്റിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴാനും പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെടാനും ഇത് കാരണമായി. മോശം കാലാവസ്ഥയുള്ളപ്പോൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയ്പൂരിൽ ഏകദേശം 10 മിനിറ്റോളം നീണ്ടുനിന്ന പൊടിക്കാറ്റിന് പിന്നാലെ കനത്ത മഴയും എത്തി. സംസ്ഥാനം അനുഭവിച്ച കടുത്ത ഉഷ്ണതരംഗത്തിൽ നിന്ന് പൊടിക്കാറ്റിന് പിന്നാലെ ഉണ്ടായ മഴയും ഇടിമിന്നലും വലിയ ആശ്വാസം നൽകി. രാജസ്ഥാനിലെ പല ഭാഗങ്ങളിലും മഴ ലഭിച്ചു. ധോൽപൂർ ജില്ലയിലെ ബാരിയിൽ 58 മില്ലിമീറ്ററാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ചുരുവിലും 14.8 മില്ലിമീറ്ററും, പിലാനിയിൽ 10.4 മില്ലിമീറ്ററും, ഹനുമാൻഗഡിലെ സംഖരിയയിൽ 3.5 മില്ലിമീറ്ററുമാണ് മഴ ലഭിച്ചത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും രാജസ്ഥാനിൽ ഇടിമിന്നലോടുകൂടിയ പൊടിക്കാറ്റും മഴയും തുടരുമെന്നാണ്.
ബിക്കാനീർ, ജയ്പൂർ, അജ്മീർ, ഭരത്പൂർ, കോട്ട, ജോധ്പൂർ, ഉദയ്പൂർ ഡിവിഷനുകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും മണിക്കൂറിൽ 60 മുതൽ 70 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും നേരിയതോ മിതമോ ആയതായ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. അടുത്ത 4-5 ദിവസത്തേക്ക് ഈ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ മിക്ക പ്രദേശങ്ങളിലെയും താപനില 44 ഡിഗ്രി സെൽഷ്യസിനെ താഴെ നിലനിർത്തി ഉഷ്ണതരംഗത്തിൽ നിന്ന് ഇത് ആശ്വാസം നൽകും. ഡൽഹിയിൽ കനത്ത കൊടുങ്കാറ്റിനും ഇടിമിന്നലിനും റെഡ് അലേർട്ട് പുറപ്പെടുവിച്ചതും സമാനമായ കാലാവസ്ഥാ വെല്ലുവിളിയുടെ സൂചനയാണ്.